സാധാരണയായിട്ട് ഇന്ത്യയെ പരിഹസിക്കാൻ മാത്രം പേനയെടുക്കുന്നവരാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായ ഗ്ലോബൽ ടൈംസ്. എന്നാൽ അടുത്തിടെ അവരുടെ ടോൺ ഒന്ന് മാറിയിട്ടുണ്ട്. ഫുഡാൻ യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഫോർ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസിന്റെ ഡയറക്ടറായ ഷാങ് ജിയ ഡോങ് എഴുതിയ ഒരു ലേഖനം ലോകശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇന്ത്യ ഇപ്പോൾ പഴയ ഇന്ത്യ അല്ല, അവർ കൂടുതൽ തന്ത്രപരമായ ആത്മവിശ്വാസം, അതായത് ഒരു സ്ട്രാറ്റജിക് കോൺഫിഡൻസ് കൈവരിച്ചിരിക്കുന്നു. ഒരു ഭാരത് നറേറ്റീവ് സൃഷ്ടിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. ഇന്ത്യ ഇപ്പോൾ വെറും ഒരു പൊളിറ്റിക്കൽ ഡ്വാർഫല്ല, മറിച്ചൊരു വേൾഡ് മെന്റർ, അതായത് ഒരു വിശ്വഗുരു ആകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 8 മാസത്തിൻ്റെ ഉള്ളിൽ ഇന്ത്യ നടത്തിയ നയതന്ത്ര നീക്കങ്ങൾ കണ്ട് ബീജിംഗിലെയും വാഷിങ്ടണിലെയും ചൈനീസ് തിങ്ക് ടാങ്കുകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അവർക്ക് ദേഷ്യമാണോ, അസൂയയാണോ, ഇനി അതിലുപരി ഭയമാണോ? എന്തുകൊണ്ടാണ് ചൈനീസ് മാധ്യമങ്ങൾ ഇങ്ങനെ ഫ്യൂരിയസ് ആകുന്നത്? എന്താണ് കഴിഞ്ഞ 6 മാസത്തിൻ്റെ ഉള്ളിൽ ഇന്ത്യ ഒപ്പുവെച്ച 12 വമ്പൻ കരാറുകൾ? ഇന്ന് നമ്മൾ നടത്തുന്നത് ഒരു ഡീപ്പ് അനാലിസിസ് ആണ്. അമേരിക്കയുടെ ഭീഷണിയുടെ മുമ്പിൽ നട്ടല് നിവർത്തി നിന്ന ഇന്ത്യ ഗ്രീസിലെ തുറമുഖങ്ങളിൽ ചൈനയെ വെട്ടിമാറ്റിയ തന്ത്രവും, സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ഒഴുകിയെത്തുന്ന $100 ബില്യൺ കഥയും, അങ്ങനെ ഒരുപാട് കഥകളും അതിൻ്റെ എല്ലാം ഉള്ളുകളികളുമാണ് നമ്മളിന്ന് പരിശോധിക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം നമുക്ക് ആ കണക്കുകളിലേക്കൊന്ന് നോക്കാം. സാധാരണഗതിയിൽ ഒരു രാജ്യം ഒരു സ്വതന്ത്ര വ്യാപാര കരാർ, അതായത് ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് ഒപ്പിടാനൊക്കെ വർഷങ്ങളെടുക്കും. എന്നാൽ 2025 ജൂൺ മുതൽ 2026 ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ ഇന്ത്യ ഒപ്പിട്ടത് ചരിത്രത്തിലെ ഏറ്റവും വലിയ കരാറുകളാണ്. 2025 ജൂണിൽ സൈപ്രസുമായിട്ടുള്ള കരാർ, 2025 ജൂലൈയിൽ യുണൈറ്റഡ് കിങ്ഡം, ഋഷി സുനക്കും കീർ സ്റ്റാമറും മാറി മാറി വന്നിട്ടും ഇന്ത്യയുമായിട്ടുള്ള ഡീൽ അവർക്ക് ഒഴിവാക്കാനാവില്ലായിരുന്നു. 2025 ഒക്ടോബറിൽ EFTA, അതായത് ഐസ്ലാൻഡ്, ലിക്റ്റൻസ്റ്റൈൻ, നോർവേ, സ്വിറ്റ്സർലാൻഡ് എന്നീ 4 രാജ്യങ്ങളടങ്ങുന്ന കൂട്ടായ്മയുമായിട്ട്, 2025 ഡിസംബറിൽ ഒമാനുമായിട്ട്, 2026 ജനുവരി ആയപ്പോഴത്തേനും യൂറോപ്യൻ യൂണിയൻ, അതിനെയാണ് നമ്മൾ ദ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിളിച്ചത്. 2026 ഫെബ്രുവരിയിൽ അമേരിക്ക, ഗ്രീസ്, മലേഷ്യ, ഇനി വരാനിരിക്കുന്നത് ബ്രസീലും കാനഡയും ഒക്കെയാണ്. ഇത് വെറുമൊരു ലിസ്റ്റല്ല, ഇത് ചൈനയുടെ ഉറക്കം കെടുത്തുന്ന ഇന്ത്യൻ പത്മവ്യൂഹമാണ്. ഇതിൽ ഓരോന്നും നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. സുഹൃത്തുക്കളെ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് EFTA, യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ്റെ കരാറാണ്. സ്വിറ്റ്സർലാൻഡ്, നോർവേ പോലെയുള്ള സമ്പന്ന രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് കൈകോർക്കുമ്പോൾ അവിടെ വലിയൊരു പ്രത്യേകതയുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വ്യാപാര കരാറിൽ നിക്ഷേപ ഉറപ്പ്, അതായത് ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റ്മെന്റ് എഴുതി ചേർക്കപ്പെട്ടു. അതായത് അടുത്ത 15 വർഷത്തിൻ്റെ ഉള്ളിൽ $100 ബില്യൺ, ഏകദേശം 8.5-9 ലക്ഷം കോടി രൂപ ഇന്ത്യയിൽ നിക്ഷേപിക്കാമെന്നും അതുവഴി ഇന്ത്യയിൽ 10 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാമെന്നും ഈ രാജ്യങ്ങൾ നിയമപരമായിട്ട് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ചൈനീസ് തിങ്ക് ടാങ്കുകൾ അസ്വസ്ഥരാകാനും ഇതാണ് പ്രധാന കാരണം. യൂറോപ്പിലെ പണം, അവരുടെ സാങ്കേതിക വിദ്യ, അവരുടെ വിശ്വാസം, ഇതെല്ലാം ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒഴുകുകയാണ്. സ്വിസ് വാച്ചുകളും ചോക്ലേറ്റുകളും മാത്രമല്ല, വമ്പൻ മെഷീനറികളും പ്രിസിഷൻ എഞ്ചിനീയറിംഗ് ടെക്നോളജിയും എല്ലാം ഇനി ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടും. മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന മുദ്രാവാക്യം മെയ്ക്ക് ഫോർ ദ വേൾഡ് ആയിട്ട് മാറുന്ന കാഴ്ചയാണ് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത്. ഇനി നമുക്ക് ഗ്രീസിലേക്ക് പോകാം. മാപ്പിൽ നോക്കിയാൽ ഗ്രീസ് വെറും ഒരു ടൂറിസ്റ്റ് സ്ഥലമാണെന്ന് തോന്നും. പക്ഷേ ജിയോ പൊളിറ്റിക്സിൽ ഗ്രീസ് ആണ് യൂറോപ്പിലേക്കുള്ള കവാടം, ഗേറ്റ് വേ ടു യൂറോപ്പ് എന്നാണ് അതിനെ വിളിക്കുന്നത് തന്നെ. ഇവിടെയാണ് ഇന്ത്യയുടെ ചാണക്യതന്ത്രം പ്രവർത്തിച്ചത്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് വഴി ഗ്രീസിലെ പിറൈയസ് തുറമുഖത്ത് അവർ വലിയ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 2026 ഫെബ്രുവരിയിൽ ഇന്ത്യയും ഗ്രീസും തമ്മിൽ ഒപ്പിട്ട ഡിഫൻസ് പാക്ട് കളി മാറ്റിമറിച്ചു. ഇന്ത്യയുടെ അഭിമാനമായ പിനാക റോക്കറ്റുകളടക്കം അനേകം ആയുധങ്ങൾ ഗ്രീസിലേക്ക് കയറ്റുമതി ചെയ്യാനായിട്ട് ഇന്ത്യ തയ്യാറാകുന്നു. ഇന്ത്യൻ നാവികസേന മെഡിറ്ററേനിയൻ കടലിൽ ഗ്രീക്കുമായിട്ട് ചേർന്ന് അഭ്യാസ പ്രകടനങ്ങളും നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് തുർക്കിക്കും പാകിസ്ഥാനും മാത്രമല്ല, ചൈനയ്ക്കുമുള്ള ശക്തമായ മുന്നറിയിപ്പാണ്. പിന്നെ വരുന്നതാണ് IMEC, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോർ. സൂയസ് കനാൽ വഴിയുള്ള ചരക്ക് ഗതാഗതം പ്രശ്നത്തിലാകുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഗൾഫ് വഴി ഗ്രീസിലെത്തി അവിടെ നിന്ന് യൂറോപ്പിലേക്ക് പോകുന്ന പുതിയൊരു പാത. ഇതിൻ്റെ ബുക്ക് എൻഡായിട്ട് ഗ്രീസ് മാറുന്നുണ്ട്. അങ്ങനെ ചൈനയുടെ പിടിയിലായിരുന്ന ഒരു രാജ്യത്തെ ഇന്ത്യ തങ്ങളുടെ തന്ത്രപരമായ പങ്കാളിയാക്കി മാറ്റി. ചൈന മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളെല്ലാം ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്.
തായ്വാൻ ടോക്സിലെ അനലിസ്റ്റുകൾ പറഞ്ഞത് ഇന്ത്യ ഒരു സൂപ്പർ പവറിലേക്കുള്ള യാത്രയിലാണ്. ഗ്രീസ് പ്രതിരോധ മന്ത്രി ഇന്ത്യയെ വിശേഷിപ്പിച്ചത് അപ്കമിംഗ് സൂപ്പർ പവർ എന്നാണ് എന്ന്. ഇനി നമുക്ക് അമേരിക്കയുടെ കാര്യത്തിലേക്കൊന്ന് വരാം. ഡൊണാൾഡ് ട്രംപ് തിരികെ വന്നതിന് ശേഷം ലോകം മുഴുവൻ ഒന്ന് ഭയത്തിലായിട്ടുണ്ട്. താരിഫ് കിങ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ. ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളുടെ മേളിലും 50% വരെ നികുതി ചുമത്തുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയും ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് സംഭവിച്ചത് മറ്റൊന്നാണ്. ഫെബ്രുവരി 2026 പ്രഖ്യാപിച്ച ഇന്ററിം ട്രേഡ് ഫ്രെയിംവർക്ക് ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ്. താരിഫ് കുറച്ചു. 50% എന്ന് പറഞ്ഞിടത്തു നിന്ന് വെറും 18% താരിഫ് കുറയ്ക്കാനായിട്ട് അമേരിക്ക തയ്യാറായി. അതുപോലെ വാക്കുകളിലും വന്നു മാറ്റങ്ങൾ. കരാറിൻ്റെ കരട് രേഖയിൽ, അതായത് അതിൻ്റെ ഫാക്ട് ഷീറ്റിൽ ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കമ്മിറ്റ് ചെയ്തു, ഉറപ്പ് നൽകുന്നു എന്നായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ത്യയുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് അത് ഇൻറ്റൻഡഡ് അഥവാ ഉദ്ദേശിക്കുന്നു എന്ന് മയപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ വാങ്ങും, ഇല്ലെങ്കിൽ ഇല്ല എന്നാക്കിയിട്ടുണ്ട് അത്. അതുപോലെ തന്നെ ഡിജിറ്റൽ ടാക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഗൂഗിളിനും ഫേസ്ബുക്കിനും ഇന്ത്യ ചുമത്തുന്ന നികുതി എടുത്തു മാറ്റണമെന്ന് അമേരിക്കയുടെ ആവശ്യം ഇന്ത്യ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കൂടാതെ അമേരിക്കയിലെ പൾസസ് 0% ടാക്സിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാമെന്ന് ഇന്ത്യ സമ്മതിച്ചു എന്ന് പറഞ്ഞിരുന്നതും അവർ തിരുത്തിയിട്ടുണ്ട്. ചൈനീസ് മാധ്യമങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത് അമേരിക്കയുടെ ഒരു വീക്ക്നെസ് ആയിട്ടാണ്. അതായത് ചൈനയെ നേരിടാനായിട്ട് ഇന്ത്യയെ കൂടെ നിർത്തുകയല്ലാതെ അമേരിക്കയ്ക്ക് വേറെ വഴിയില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് ഇന്ത്യ സമ്മതിച്ചതായിട്ട് ട്രംപ് അവകാശപ്പെട്ടെങ്കിലും അത് വെറും ഒരു ഡിപ്ലോമാറ്റിക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. തായ്വാൻ ടോക്സിൽ പറഞ്ഞതുപോലെ നമ്മുടെ ദേശീയ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് നമ്മളൊന്നും ചെയ്യില്ല. എന്തുകൊണ്ടാണ് ചൈന ഇത്രയധികം അസ്വസ്ഥരാകുന്നത്? ഇത് വെറുതെ ഒരു അസൂയ മാത്രമല്ല, അതിന് കൃത്യമായ കാരണങ്ങളുമുണ്ട്. അതിലാദ്യത്തേത് ചൈന +1 എന്നുള്ള റിയാലിറ്റി തന്നെയാണ്. ഇത്രയും നാളിതൊരു തിയറി മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആപ്പിൾ ഉൾപ്പെടെയുള്ള വമ്പൻ കമ്പനികൾ ഇന്ത്യയിലേക്ക് മാറുന്നു. EFTAയുടെ $100 ബില്യൺ നിക്ഷേപം ചൈനയ്ക്ക് ലഭിക്കേണ്ടതായിരുന്നു, പക്ഷേ അത് ഇന്ത്യ കൊണ്ടുപോയി. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മിഡിൽ പവർ സോളിഡാരിറ്റിയാണ്. കാനഡയുടെ കാര്യം തന്നെ എടുക്കാം. ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്ത് ഇന്ത്യയുമായിട്ട് തെറ്റി നിന്ന കാനഡ ഇപ്പോൾ മാർക്ക് കാർണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുമായിട്ട് ശക്തമായിട്ട് അടുത്തു വരുന്നുണ്ട്. അമേരിക്ക ഭീഷണിയാണെന്നും ചൈനയെ 100% വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്നും കാനഡയ്ക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ ആരുണ്ട്? ഇന്ത്യ. മൂന്നാമത്തെ ഘടകമാണ് സോഫ്റ്റ് പവർ വേഴ്സസ് ഹാർഡ് പവർ. അതായത് ചൈന പണം കൊടുത്ത രാജ്യങ്ങളെ അടിമകളാക്കുന്നു. എന്നാൽ ഇന്ത്യ വിശ്വമിത്ര, അതായത് ഫ്രണ്ട് ഓഫ് ദ വേൾഡ് ആയിട്ടാണ് മാറുന്നത്. ബ്രസീൽ, മലേഷ്യ, ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളെല്ലാം ഇന്ത്യയെ വിശ്വസിക്കുന്നുണ്ട്. ഈ വിശ്വാസമാണ് ചൈനയ്ക്കില്ലാത്തതും ഇന്ത്യക്കുള്ളതും. ഗ്ലോബൽ ടൈംസ് പോലെയുള്ള ചൈനീസ് മാധ്യമങ്ങൾ പുറമെ സഹകരണമെന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ അവർക്ക് വലിയ ഭയമുണ്ട്. ഏഷ്യയിലെ ഏകശക്തിയായിട്ട് മാറാനുള്ള അവരുടെ മോഹമാണ് ഇന്ത്യ തകർക്കുന്നത്. UK-യുമായിട്ടുള്ള കരാർ നമ്മൾ 2025 ജൂലൈയിൽ ഒപ്പുവെച്ചു. ബ്രെക്സിറ്റിന് ശേഷം ഒറ്റപ്പെട്ട ബ്രിട്ടന് ഇന്ത്യയുടെ വിപണി അത്യാവശ്യമായിരുന്നു. ഇന്ത്യക്കാരായ പ്രൊഫഷണലുകൾക്ക് UK-യിലേക്ക് പോകാനുള്ള വിസാ ചട്ടങ്ങൾ ലഘൂകരിച്ചതാണ് ഇതിലെ ഏറ്റവും വലിയ നേട്ടം. അതുപോലെ ഒമാനുമായിട്ടുള്ള CEPA കരാർ, ഗൾഫ് മേഖലയിൽ UAE-ക്ക് ശേഷം ഇന്ത്യയുടെ ഏറ്റവും വലിയ പങ്കാളിയായിട്ടാണ് ഒമാൻ മാറുന്നത്. ഇതിലൂടെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള നമ്മുടെ സ്വാധീനവും ഇരട്ടിയായി. ഇത്രയൊക്കെ നടന്നിട്ട് നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ നമ്മളിത് കണ്ടോ, കേട്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ട്? അജണ്ട. പല മാധ്യമങ്ങൾക്കും ഇന്ത്യയുടെ വളർച്ചയേക്കാൾ താല്പര്യം സർക്കാരിനെ വിമർശിക്കുന്നതിലാണ്. വിമർശനമാകാം, വിമർശനം വേണം, പക്ഷേ നേട്ടങ്ങൾ മറച്ചുവെക്കുന്നത് മാധ്യമധർമ്മമല്ല. പിന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണ്ടേ? ഇന്ത്യ ഗ്രീസുമായിട്ട് കരാർ ഒപ്പിട്ടു എന്നുള്ളതിനേക്കാളും അവർക്കിഷ്ടം ഡൽഹിയിൽ ഒരു പ്രതിഷേധം നടന്നു എന്ന് കാണിക്കാനാണ്. വിഷയദാരിദ്ര്യവുമുണ്ട്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിലൂടെ പെട്രോൾ വില പിടിച്ചു നിർത്തുന്നതും യൂറോപ്പിലേക്കുള്ള കയറ്റുമതി വർദ്ധിക്കുന്നതിലൂടെ നമ്മുടെ തൊഴിലവസരങ്ങൾ കൂടുന്നതും സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. പക്ഷേ ജിയോ പൊളിറ്റിക്സിനെ നന്നായിട്ട് വിശകലനം ചെയ്യാൻ കഴിവുള്ളവർ അവരുടെ കൂട്ടത്തിൽ കുറവാണ്. അവർക്ക് എളുപ്പം സിനിമയിലെ ഗോസിപ്പുകളും ഇക്കിളിപ്പെടുത്തുന്ന പീഡന കഥകളും പ്രാദേശിക തല്ലുപിടുത്തങ്ങളും ഒക്കെയാണ്. മാധ്യമങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ ഭാവിയിലേക്ക് തന്നെ നോക്കാം. അടുത്ത 7 വർഷം ഇന്ത്യയുടെ സുവർണ കാലഘട്ടമായിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിലൊന്നാമതായിട്ട് നമുക്ക് കാണാവുന്നത് ഡിഫൻസ് എക്സ്പോർട്ട് തന്നെയാണ്. ഫിലിപ്പീൻസിന് നമ്മൾ ബ്രഹ്മോസ് നൽകി, അർമേനിയയ്ക്ക് ധാരാളമായിട്ട് ആയുധങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു.
ഇപ്പോൾ ഒരുപാട് ആഫ്രിക്കൻ രാജ്യങ്ങളും ഗ്രീസും എല്ലാം ഇന്ത്യയുടെ ആയുധങ്ങൾക്കായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. 2030 ഇന്ത്യ 50,000 കോടിയുടെ ആയുധം കയറ്റുമതി ചെയ്യുമെന്നാണ് ഇപ്പം കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ ഒരു സെമി കണ്ടക്ടർ ഹബ്ബായിട്ട് മാറാനും പോവുകയാണ്. ഗുജറാത്തിലും അസമിലും ടാറ്റയുടെ നേതൃത്വത്തിൽ തുടങ്ങുന്ന ചിപ്പ് നിർമ്മാണശാലകൾ 2027 പൂർണ്ണ തോതിൽ പ്രവർത്തിക്കും. ഇതോടെ ഇലക്ട്രോണിക്സ് രംഗത്ത് ചൈനയുടെ കുത്തകയും അവസാനിക്കും. പിന്നെ നമ്മൾ പരിഗണിക്കേണ്ട മറ്റൊരു പ്രധാന ഘടകമാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. ചൈനയുടെ ഒരു ഏജിങ് പോപ്പുലേഷനാണ്. എന്ന് പറഞ്ഞാൽ ചൈനയുടെ ജനസംഖ്യ വയസ്സായിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ ശരാശരി പ്രായം 29. ലോകത്തിലെ ഏറ്റവും വലിയ യുവ തൊഴിൽ സേന, അതായത് വർക്ക് ഫോഴ്സ് ഇന്ത്യയിലാണ്. ഇത് വരും വർഷങ്ങളിൽ വൻ സാമ്പത്തിക കുതിപ്പും ഇന്ത്യക്കുണ്ടാക്കും. സുഹൃത്തുക്കളെ, 2026 നമ്മൾ കാണുന്നത് വെറും ഒരു സാമ്പത്തിക വളർച്ചയല്ല, ഇതൊരു ഉദയമാണ്. ഒരു കാലത്ത് ചേരിചേരാ നയം പറഞ്ഞ് മാറി നിന്നിരുന്ന ഇന്ത്യ ഇന്ന് മൾട്ടി അലൈൻമെന്റ് എന്ന തന്ത്രത്തിലൂടെ എല്ലാവരുടെയും കേന്ദ്ര ബിന്ദുവാകുന്നുണ്ട്. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം അമേരിക്ക ഉദയം ചെയ്തു. 1990-കൾക്ക് ശേഷം ചൈന ഉദയം ചെയ്തു. ഇപ്പോൾ ഇത് 2020-കൾക്ക് ശേഷം ഇത് ഇന്ത്യയുടെ ഊഴമാണ്. ചൈനയുടെ ഭയവും അമേരിക്കയുടെ വിട്ടുവീഴ്ചകളും യൂറോപ്പിൻ്റെ നിക്ഷേപങ്ങളും വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്: ഇന്ത്യ ഹാസ് അറൈവ്ഡ്. ഇന്ത്യ എത്തിക്കഴിഞ്ഞു. അടുത്തയാഴ്ച ബ്രസീലുമായിട്ടും കാനഡയുമായിട്ടും നടക്കുന്ന ചർച്ചകൾ കൂടി കഴിയുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കപ്പെടും. ഈ മാറ്റങ്ങൾ നമ്മൾ ഓരോരുത്തരും അറിയണം. കാരണം ഇത് പുതിയ ഇന്ത്യയാണ്. ആരുടെയും ഭീഷണിക്ക് മുമ്പിൽ തലകുനിക്കാത്ത, സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ലോകത്തെ നയിക്കുന്ന ഭാരതം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കളെ. വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.